ചിലരുടെ വീട്ടിലൊക്കെ 5 6 ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അടുക്കളയിൽ ഒരേ ഒരു ഉരുളക്കിഴങ്ങേ ഉള്ളെങ്കിൽ നമ്മൾ ചിന്തിക്കുക എങ്ങനെ ഒരു കറി ഉണ്ടാക്കാവുന്ന. വിഷമിക്കേ വേണ്ട, എല്ലാവർക്കും കഴിക്കാവുന്ന അളവിൽ ഒരു അടിപൊളി ടേസ്റ്റിലൊരു മുട്ട ഗ്രേവി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിക്കോ പൂരിക്കോ ഉപ്പുമാവ് പുട്ട് എല്ലാത്തിൻ്റെ കൂടെ മാച്ചായിട്ട് പോകുന്ന നല്ലൊരു മുട്ട ഗ്രേവി റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതാ കുക്കർ എടുത്തിട്ടുണ്ട്. 2 തക്കാളി എടുക്കുക. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരേ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുക. ഇനി ഉരുളക്കിഴങ്ങിനും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് വരണം. ഒരു 3 4 വിസിൽ വേണ്ടി വരും. നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ച് സമയത്തിനും വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകാം. ഇതായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. അത്രയും നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നു അത്രയും നല്ലവണ്ണം ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇത് ഇത്രയും ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാം. 2 കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, ബേ ലീഫ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ചൂടെണ്ണയിൽ ആ ഗ്രാമ്പൊക്കെ ഒന്ന് വീർത്തിട്ട് ഏലക്ക ഒന്ന് പൊട്ടി വരുവേ. അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലേവർ ആയിരിക്കും ആ എണ്ണയ്ക്കൊക്കെ. അതിനാണ് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇതിന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. വെള്ളമയൊക്കെ മാറിയിട്ട് ഇങ്ങനെ പിരിഞ്ഞൊന്ന് വരുവേ. അത്രയും മാത്രം മതി. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാളയാണ് ചേർക്കുന്നത്. 2 വലിയ സവാള ചേർത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. സവാള ഇനിയൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കുക. കൂടെ തന്നെ 2 3 പച്ചമുളക് കീറിയതും ചേർക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചാലും മതി. ഇടയ്ക്ക് 1 2 പ്രാവശ്യം ഒന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് കൊടുത്താലും മതി. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുകയാണ്. പച്ചമുളക് ചേർത്ത സമയത്ത് ചേർത്താലും മതി. പിന്നീട് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് സവാള ഈ ഒരു സമയത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് സവാള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർക്കാനുണ്ട്. തീ കുറച്ചിടുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂണിനടുത്തായിട്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർക്കണം. മല്ലിപ്പൊടിയുടെ നേർപകുതിയായിട്ട് മുളക് പൊടി ചേർക്കുക. ഇനി തീയെ നല്ലവണ്ണം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഈ പൊടികളൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഒട്ടും കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മിശ്രിതം അതുകൂടി ചേർക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് പെരിഞ്ജീരകം മാത്രമായിട്ട് പൊടിച്ചതാണ്. അതുകൂടി ചേർക്കുക. ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കുക. ഗരം മസാല ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ജീരകം നമ്മൾ വീട്ടിലേ പൊടിക്കുക. അതിനുശേഷം ചേർക്കുക. റെഡിമെയ്ഡായിട്ടുള്ള ഗരം മസാല പൗഡർ ചേർക്കരുത്. ആ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. കാരണം അതിൽ വേറെ കുറേ ഐറ്റംസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് പൊടിച്ചതായിരിക്കുമല്ലോ. ഇനി ഇതിൽ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പോളം ചേർക്കുന്നുണ്ട്. 1 പാലെന്നോ 2 പാലെന്നോ ഒന്നുമില്ല. ഒരു 1 1/2 കപ്പ് തേങ്ങ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം അരച്ചെടുത്ത് ഒറ്റ ബാച്ചായിട്ട് പിഴിഞ്ഞെടുത്താണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യുക.
ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് കസൂരി മെത്തിയാണ്. ഒരല്പം എടുത്തിട്ടുണ്ട്, അതോടെ ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഗ്രേവികൾക്കൊക്കെ കസൂരി മെത്തി ലാസ്റ്റിലാണ് ചേർത്തിളക്കേണ്ടത്. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. വീണ്ടും ടേസ്റ്റ് കൂട്ടാനായിട്ട് ചേർക്കുന്ന ഒരു 1/4 സ്പൂണിനടുത്തായിട്ട് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത്. കസൂരി മെത്തി അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, അതായത് ടേസ്റ്റ് കൂടുന്നതായിട്ട് അറിയാൻ പറ്റും. ഇനി ഇതിൽ മുട്ട ചേർക്കണം. ഞാനൊരു 5 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഗ്രേവി ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ലോയിൽ വയ്ക്കുക. മുട്ട ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സെക്കൻഡ് നേരത്തിനൊന്ന് ഇളക്കിയെടുക്കുക. ഈ കറിയുടെ ഗ്രേവി ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കഴിച്ച് തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഗ്രേവിയാണ്. ഒരു 5 അല്ലെങ്കിൽ 6 മുട്ട വരെ ഈ ഒരു ഗ്രേവിയുടെ അളവിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി നീട്ടി ഗ്രേവി എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ചേർക്കരുത്. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയില ചേർക്കാം. നല്ലൊരു മണവും ഒരു പ്രത്യേക രുചിയും കൂടിയാണ്. മുട്ടയെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. മുട്ട കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാതെ ഗ്രേവി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഉപ്പുമാവിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവി. അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി, ദോശ എന്തുമാട്ടെ എന്തിൻ്റെ കൂടെയും മാച്ചായിട്ട് പോകും. പ്രത്യേകിച്ച് പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ മാച്ചായിട്ട് പോകുന്ന ഒരു മുട്ട ഗ്രേവി റെസിപ്പിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഗരം മസാലയുടെ കാര്യത്തിൽ റെഡിമെയ്ഡ് പൗഡർ യൂസ് ചെയ്യാതിരിക്കുക. വീട്ടിലെ നമ്മളിങ്ങനെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ചേർത്ത് പൊടിച്ച് ചേർക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതാകുമ്പോൾ കുറച്ചിട്ടാലും മതി. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഒന്ന് ടിക്കാക്കി ഇടാനും മറന്നുപോലെ. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ എത്തുക. ഇതുവരെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.